ഹൈ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് രാവിലെ കേട്ട വാർത്ത ഒരിക്കലും സത്യമാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഓരോ ആളുകളിലേക്ക് ഞാൻ ഈ ന്യൂസ് എത്തിച്ചു. ഇത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എല്ലാം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം അവസാനം എനിക്ക് കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ധീരനായ ഒരു മനുഷ്യനെ കൊന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് കുറേ ആളുകൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതായി കണ്ടു. പക്ഷേ ഇതെല്ലാം അവരുടെ അവസാനത്തെ ആക്രോശമായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനിയ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹം ജീവശ്വാസമായിട്ട് കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഭീരുത്വം കാണിച്ചിട്ടില്ല. വിശ്വാസവഞ്ചന ചെയ്ത 3 രാജ്യങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പോരാടിയിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പരാജയപ്പെടും, മരണം ഉറപ്പാണ് എന്ന് അറിയുന്ന നേതാവാണ് അദ്ദേഹം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കപ്പെടുകയും ചെയ്യും, അവരുടെ ചതിയിൽപ്പെടും. നമ്മുടെ സൈനികർ പോരാ, അല്ലെങ്കിൽ സൈനികരുടെയൊക്കെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുക എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം പിന്മാറിയില്ല, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചില്ല, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് അയാൾ സ്വന്തം ജീവശ്വാസം രക്ഷപ്പെടുത്താനായിട്ട് അദ്ദേഹം എവിടെയും പോയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ കളിയാക്കിയും അല്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ ആഹ്ലാദിച്ചുകൊണ്ടും കേരളത്തിലെ കുറേ ആളുകൾ ഇങ്ങനെ ആഹ്ലാദിക്കുന്നതായിട്ടൊക്കെ കണ്ടു കേട്ടോ. അദ്ദേഹം എന്താണ് ചെയ്തത്? മറ്റുള്ളവരുടെ മുന്നിൽ ആണത്തത്തോടുകൂടി ധീരനായിട്ട് രക്തസാക്ഷിയായിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നില്ലേ? അദ്ദേഹം ഒരു ധീരനാണ്. നമ്മളിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയിട്ട് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഷൂ വരെ നാവ് കൊണ്ട് വൃത്തിയാക്കിയതുപോലെയല്ല ഈ ഒരു ആയത്തുള്ള അലി ഖമനിയെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗമനായിട്ടോ, പേര് ലാസ്റ്റ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് ക്ഷമിക്കുക, കാരണം കുറച്ച് സ്പീഡിൽ ആയതുകൊണ്ടാണ്. എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ. ഇനി നിനക്ക് പറ്റാവുന്നത് ചെയ്താൽ പോരെ ധന്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടും. ഞാൻ പറയുന്നത് പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ചാനലിൽ ഇടുക. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആയത്തുള്ള അലി ഖമനിയയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം അത്രയും ധീരസാക്ഷിയാണ്. അദ്ദേഹം രക്തസാക്ഷിയാണ്. അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് നല്ല കാര്യങ്ങൾ. തൻ്റെ രാജ്യസ്നേഹം എത്രത്തോളം വലുതാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണത്തിനെ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുക. ഇപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ നിങ്ങൾ അവിടെ എടുത്ത് നോക്കിയാൽ കാണാം, യുദ്ധം നിർത്തുക, സമാധാനം വരിക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ അവരവരുടെ പ്രൊഫൈലായാലും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയാലും അവരൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് ചില ആളുകൾ യുദ്ധത്തിന് തന്നെ ആഹ്വാനം കൂട്ടുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കണം, ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കി ആ യുദ്ധത്തിൽ രക്തം കാണുമ്പോൾ സിരകളിലൂടെ സന്തോഷം ഒഴുകുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾക്ക് മുന്നിലാണ് ഈ ഒരു കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ അവർ കളിയാക്കുക മാത്രമേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് മനുഷ്യന്മാർക്കിടയിലേക്കാണ് ഈ ഒരു വീഡിയോ ചെല്ലുന്നതെങ്കിൽ ഉറപ്പായും ഒരു പ്രാർത്ഥനയെങ്കിലും ഒരാളെങ്കിലും ചെയ്തിരിക്കും. അതുപോലെ ഇത് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ തന്നെ ഇങ്ങനെയൊരു ദുരന്തം അനുഭവിച്ചു, അല്ലെങ്കിൽ ഈ ഇറാനും അതുപോലെ ഇസ്രായേലും നടത്തിയ ഈ ഒരു യുദ്ധം എന്ന് അവസാനിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് ലോക രാജ്യങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിദേശികളായ ഒരുപാട് മലയാളികളുണ്ട്. അവിടെ താമസിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാനിലെ സ്കൂള് തകർക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. ആ സ്കൂളിൽ 70 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അത് കുഞ്ഞു കുട്ടികൾ. ആ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടിന് താഴെ വന്ന് ചില ആളുകൾ പറഞ്ഞിരിക്കുകയാണ്, വിടരും മുമ്പേ പൊലിഞ്ഞ ജിഹാദി കുട്ടികൾ. അവിടെ മുസ്ലിം മാത്രമല്ല ഉള്ളത്, ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, അങ്ങനെ പല ജാതി പല വർഗ്ഗക്കാരും ഉണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത്
അവിടെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, ഇത് നാളെ നമ്മളിലേക്കും വരാതിരിക്കട്ടെ, നമ്മുടെ വീട്ടിലും ഒരു മരണം വരാതിരിക്കട്ടെ, അവർ കരയുന്നത് പോലെ നമ്മളും കരയാതിരിക്കട്ടെ എന്ന് മാത്രം പറയാനേ എനിക്ക് ഈ ഒരു അവസരത്തിൽ കഴിയുള്ളൂ. എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധം നിർത്തലാക്കിയാൽ സമാധാനത്തിൻ്റെ ആ ഒരു ശ്വാസം എന്നാണ് അവർക്ക് കിട്ടുക എന്നൊന്നും അറിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനകൾ മാത്രം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.